അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം? ഉമ്മാക്ക് എന്ത് പറ്റി? ഓ, സുഖമായിട്ടിരിക്കണം. ഉമ്മാക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഉമ്മാക്ക് ഇടക്കിടക്ക് ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്തണം, അതിനു വേണ്ടി വന്നതാ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. നീ ഇപ്പോഴും തള്ളവീബാണല്ലോ. നെസ്റ്റിൽ തന്നെയാണ് പഠിക്കുന്നത്. നീ എന്താ അങ്ങനെ പറഞ്ഞ? നിന്റെ അടക്കവും ഒതുക്കവും കണ്ടപ്പോൾ ചോദിച്ചതാ. വെറുപ്പിക്കൽ കാര്യങ്ങളാണ് അവിടെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയത്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒന്നിനൊരു സ്വാതന്ത്ര്യമില്ല. സാറാ, നീ പറയുന്നത് സ്വാതന്ത്ര്യമല്ല, മറിച്ച് വഴിപിഴവാണ്. നെസ്റ്റ് നമുക്ക് തരുന്നത് ആത്മീയ സുരക്ഷയാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം, എങ്ങനെ പെരുമാറരുത്, എങ്ങനെ ക്ഷമിക്കണം എന്നൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. എനിക്കതൊന്നും കേൾക്കണ്ട. അവിടെ യൂണിഫോം ശരിയല്ല, ഡിസിപ്ലിൻ കൂടുതലാണ്. അവിടെ കുറേ പരാതികൾ മാത്രം. കുറേ ടീച്ചേഴ്സും ഹെഡ്സും ഉണ്ടല്ലോ, എപ്പോഴും ഉപദേശവും തർബിയ ക്ലാസ്സും. പ്രണയം ഹറാം, മ്യൂസിക് ഹറാം, ബെസ്റ്റ് പാടില്ല, ലിപ്സ്റ്റിക് ഒഴിവാക്കണം, അടിച്ചു പൊളിക്കാൻ തടസ്സങ്ങൾ, ഒരുപാട് വൈബ് മുടക്കികൾ. നീ അവിടെ പഠിച്ച ഒരു നന്മമരം ആയെന്ന് കരുതി എന്നെ ഉപദേശിക്കാൻ വരണ്ട. ടീച്ചേഴ്സും ഹെഡ്സും പറയുന്നതിൽ എന്താണ് തെറ്റ്? പ്രണയിക്കേണ്ടത് കല്യാണത്തിന് ശേഷമാണ്, അല്ലാതെ വിവാഹത്തിന് മുൻപ് കണ്ട ആൺപിള്ളേരെ പ്രണയിക്കുന്നത് യഥാർത്ഥ പ്രണയമല്ല. അന്യപുരുഷന്മാരുടെ മുമ്പിൽ ലിപ്സ്റ്റിക്കും മേക്കപ്പും ഇട്ടു നടക്കുന്നത് അള്ളാഹു നിരോധിച്ച കാര്യമാണ്. മ്യൂസിക് നിരോധിച്ചത് നബിയാണ്. ബെസ്റ്റ് വൈബ് നമ്മളെ കല്യാണം കഴിക്കുന്ന പയ്യന് അതിഷ്ടമാകുമോ? അതുപോലെ നമ്മുടെ ഇണകളാകുന്ന ചെക്കന്മാർക്ക് അതിഷ്ടമാകുമോ? പോട്ടെ, നിനക്കിനി ബെസ്റ്റ് വേണമെന്ന് നീ ആഗ്രഹിക്കുന്നു. നിന്റെ പാപ്പാക്കും ഉമ്മാക്കും പുറമെ ഒരു ബെസ്റ്റ് നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? ഉമ്മ സുഖമായിട്ടിരിക്കുന്നു. ഉമ്മാക്ക് വല്ലാതെ ക്ഷീണമാണല്ലോ, ഭക്ഷണമൊന്നും കഴിക്കാറില്ല. എന്ത് മോളെ, ഇവളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനവുമില്ല. ഒന്നും പറഞ്ഞത് കേൾക്കില്ല, ഏതു നേരവും ഫോണിൽ തന്നെ. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടാണ് അന്ന് നെസ്റ്റിൽ നിന്നും ഇവളെ മാറ്റിയത്. ഇപ്പോൾ പഠനവുമില്ല, മര്യാദയുമില്ല, ദീനുമില്ല, തർബിയയുമില്ല, തർബിയ ചാട്ടുമില്ല. എന്തിന് ദീൻ? നിരന്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അധ്യാപകരും ഹെഡ്സുമില്ല. ഞാനും ഫാത്തിമയെ മാറ്റണമെന്ന് ആലോചിച്ചതായിരുന്നു. പക്ഷേ നെസ്റ്റിലെ ആ അന്തരീക്ഷവും JBU ക്യാമ്പസിൻ്റെ ഇസ്ലാമിക വൈബും അധ്യാപകരുടെ സ്നേഹവും കരുതലും കണ്ടപ്പോൾ അവിടെ തന്നെ നിലനിർത്തി. അതിൻ്റെ ഗുണം ഇപ്പോഴുമുണ്ട്. നന്നായി പഠിക്കുന്നു എന്ന് മാത്രമല്ല, അതിലുപരി മറ്റുള്ളവരെ ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവൾ പഠിച്ചു. ദീനിയായി നല്ല ഉഷാറാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നത് വെറും പാഠപുസ്തകം മാത്രമല്ല, ജീവിതം കൂടിയാണ്. കറകളഞ്ഞ ഇസ്ലാമിക ജീവിതം. അസ്സലാമലൈക്കും. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. വാലൈക്കും അസ്സലാം ഉമ്മ. എന്തു പറ്റി അദീബക്ക്? ഒരു മൈൻഡുമില്ലല്ലോ. അദീബ, എന്താടാ, സുഖമല്ലേ? ആ, അവൾ ഇപ്പോൾ അങ്ങനെയാ. നെസ്റ്റ് വിട്ടു ചേർന്ന് സ്കൂളിൽ ഒരു പ്രണയത്തിൽ അകപ്പെട്ടു. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു രസമല്ലേ? എന്നെ മോൾ വഞ്ചിക്കപ്പെട്ടു. ഇപ്പോൾ സ്കൂള് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് പഠിക്കുന്നില്ല, ഭയങ്കര ദേഷ്യം. ഇവിടെ നല്ലൊരു കൗൺസിലിങ്ങിന്റെ ഡോക്ടർ ഉണ്ടെന്ന് കേട്ടു, കാണിക്കാൻ വന്നതാ. ഉമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അദീബ, നിനക്ക് നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർമ്മയില്ലേ? നീ എല്ലാം മറന്നു? നമ്മുടെ കളികൾ, തമാശകൾ, തർബിയ ക്ലാസുകൾ, ഇസ്ലാമിക അവയർനെസ്സുകൾ എല്ലാം മറന്നു? ആടാ, ഓർമ്മയുണ്ട്. അതെല്ലാം നെസ്റ്റിൽ തന്നെ കഴിഞ്ഞുപോയി. ഇപ്പോൾ പുതിയ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒത്തിരി കുട്ടികൾ. ആർക്കും ആരോടും തിന്മകളല്ലാതെ മറ്റൊന്നും സംസാരിക്കാനില്ല. അധ്യാപകർക്ക് നമ്മളെ അറിയുക പോലുമില്ല. നമ്മുടെ തിന്മകൾ അവർ ചൂണ്ടിക്കാണിക്കില്ല, മാർക്ക് മാത്രം അവർ ചൂണ്ടിക്കാണിക്കും. നമുക്ക് പാഠങ്ങൾ എടുക്കാൻ ആളുണ്ട്, പക്ഷേ തെറ്റ് തിരുത്താൻ ആളില്ല. ഹലാലും ഹറാമും പറഞ്ഞു തരാൻ ആളില്ല. തർബിയ ക്ലാസ് തരാനും തർബിയ ചാർട്ട് പരിശോധിക്കാനും ആളില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് തിരിച്ചു വന്നൂടെ? സാറാ, നീ കേട്ടില്ലേ, പ്രണയമാണ് അദീബയെ ഈ നിലക്കെത്തിച്ചത്. ഇനിയും നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ സമയമുണ്ട്. ഉമ്മമാരെ, ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് രണ്ട് ലോകത്തും തണലാകണോ, അതോ പരലോകം നഷ്ടപ്പെടുത്തി ജീവിക്കണോ? എനിക്ക് മോളുടെ പെരുമാറ്റത്തിൽ തന്നെ എല്ലാം ബോധ്യമാണ്. സ്കൂളിന്റെ പേരോ ആഡംബരമോ അല്ല, കുട്ടികൾക്ക് ലഭിക്കുന്ന ശ്രദ്ധയും കരുതലും സംസ്കാരവുമാണ് പ്രധാനം. അതെ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. വീണ്ടും പോകണം നെസ്റ്റിലേക്ക്. ഭൗതിക വിദ്യാഭ്യാസത്തിന് പുറമെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്ന, തർബിയ ക്ലാസുകൾ കൊടുക്കുന്ന, ദുആ ദിക്ർ മത്സരങ്ങൾ നടത്തുന്ന, ഇസ്ലാമിക് ജനറൽ നോളജ് പകർന്നു കൊടുക്കുന്ന, ഹറാമുകളിൽ നിന്നും മാറി നടക്കാൻ പരിശീലിപ്പിക്കുന്ന നെസ്റ്റിന്റെ വാതിലുകളിൽ വീണ്ടും മുട്ടണം. ഇൻഷാ അല്ലാഹ്, അതാണ് യഥാർത്ഥ തീരുമാനം.
ഭൗതിക വിദ്യാഭ്യാസത്തിനു പുറമെ ശരിയായ മൂല്യങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. അവളെ നിലപാടുള്ളവരാക്കാൻ കഴിയും. ഏറ്റവും കുറഞ്ഞത് ഒരു നല്ല മനുഷ്യനാക്കാൻ കഴിയും.